നമസ്കാരം. നിഴയറ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്ന് മഴക്കെടുതിയിൽപ്പെട്ട് മരിച്ചവരുടെ എണ്ണം 7ആയി. ഇന്നു മാത്രം 3 കുട്ടികളാണ് വെള്ളക്കെട്ടിൽ വീണ് മരിച്ചത്. മലപ്പുറം തിരുവാലി കണ്ടമംഗലത്ത് തോട്ടിലെ ഒഴുക്കിൽപ്പെട്ട് 2.5 വയസ്സുകാരൻ മരിച്ചു. നോട്ടൻ വീട്ടിൽ അബ്ദുൾ മുനീർ തസ്ലിമ ഭാനു ദമ്പതികളുടെ മകൻ അബ്ദുൾ മൊഹീനാണ് മരിച്ചത്. കൊണ്ടോട്ടിയിൽ നീറാടുത്തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് നെടിയിരിപ്പ് സ്വദേശികളായ ഹമീദ് നദീറ ദമ്പതികളുടെ മകൻ 4 വയസ്സുകാരൻ ആദം ഐമൻ മരിച്ചു. കോട്ടയം വാകത്താനത്ത് വെള്ളക്കെട്ടിൽ വീണ് 11 വയസ്സുകാരനും മരിച്ചു. കാട്ടാമ്പാക്കിൽ ഷിജുവിന്റെ മകൻ മിലനാണ് വീടിന് സമീപം വാട്ടർ ടാങ്കിനു വേണ്ടിയെടുത്ത കുഴിയിലെ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചത്. കോട്ടയം പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ പയ്യാനിത്തോട്ടത്തുണ്ടായ അതിശക്തമായ ഉരുൾപൊട്ടലിൽ അമ്മയും മകനും ജീവൻ നഷ്ടമായി. പുലർച്ചെ 2ഓടെയുണ്ടായ ഉരുൾപൊട്ടലിൽ മണപ്പാട്ട് ജോണിയുടെ ഭാര്യ റെജീന, മകൻ ജോസഫിനുമാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. ഇടുക്കി അടൂർ മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ കാണാതായ സുമതിയുടെ മൃതദേഹം മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ കണ്ടെത്തി. വാഗമൺ കോലാഹലമേട്ടിലും മണ്ണിടിച്ചിലിൽ ഒരാൾ മരിച്ചു. കോലാഹലമേട് സ്വദേശി ലീലാമണിയുടെ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണതിനെ തുടർന്ന് ഇവരുടെ ബന്ധു വൈക്കം സ്വദേശി പ്രഭാകരൻ നായരാണ് മരിച്ചത്. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമായ സാഹചര്യത്തിൽ അതത് ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാർ നേരിട്ടെത്ത് ക്യാമ്പ് ചെയ്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. കനത്ത മഴയിൽ ഭാരതപ്പുഴയിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതോടെ വെള്ളിയാങ്കല്ല് തടയണയുടെ 21 ഷട്ടറുകൾ തുറന്നു. ആകെ 27 ഷട്ടറുകളാണ് തടയണയ്ക്കുള്ളത്. ഇരു കരകളും മുട്ടി രൗദ്രഭാവത്തിലൊഴുകുന്ന പുഴയെ കാണാൻ വെള്ളിയാങ്കല്ലിലെത്തുന്ന സന്ദർശകരുടെ എണ്ണവും വർദ്ധിച്ചു. തോരാതെ പെയ്യുന്ന മഴ പോലും വകവയ്ക്കാതെ രാവിലെ മുതൽ നിരവധി പേരാണ് പാലത്തിന് മുകളിലെത്തുന്നത്. സന്ദർശന തിരക്ക് വൈകുന്നേരം വരെ നീളും. കൂടുതൽ ഷട്ടറുകൾ ഉയർത്തിയതോടെ തടയണയുടെ പടിഞ്ഞാറു ഭാഗത്ത് വലവീശിയുള്ള മീൻപിടുത്തവും നടക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും മഴ കനത്ത രീതിയിൽ തുടരുകയാണെങ്കിൽ തടയണയുടെ മുഴുവൻ ഷട്ടറുകളും ഉയർത്തേണ്ടതായി വരും. പരമാവധി 3.5 മീറ്റർ സംഭരണശേഷിയുള്ള തടയണയിൽ നിലവിൽ 2 മീറ്ററിനടുത്താണ് ജലനിരപ്പുള്ളത്. അതേസമയം കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ പുഴയിൽ ഇറങ്ങുന്നവരും തീരപ്രദേശങ്ങളിലുള്ളവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കനത്ത മഴയിൽ ചങ്ങരംകുളത്ത് മതിൽ ഇടിഞ്ഞു വീണു. തലനാരിഴയ്ക്ക് വലിയ ദുരന്തം ഒഴിവായി. സമീപത്തെ കടയുടെ മുൻഭാഗവും നിർത്തിയിട്ട ഇന്നോവ കാറിന്റെ ഗ്ലാസും തകർന്നു. ശനിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് സംഭവം. KVM അടയ്ക്ക കമ്പനിയുടെ കൂറ്റൻ മതിൽക്കെട്ടാണ് തകർന്നു വീണത്. ചങ്ങരംകുളം തൃശൂർ റോഡിൽ ബസ് സ്റ്റോപ്പിന് സമീപത്താണ് അപകടം. അപകട സമയത്ത് സമീപത്ത് യാത്രക്കാർ ഇല്ലാതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി. അപകട ഭീഷണി ഉയർത്തി റോഡരികിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിലെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യമുയർന്നു. ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തുനിന്നും ഇക്കാര്യത്തിൽ കാര്യക്ഷമമായ നടപടികൾ ഉണ്ടാവുന്നില്ലെന്നും യോഗത്തിൽ ജനപ്രതിനിധികൾ വിമർശിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണിയുടെ അധ്യക്ഷതയിലാണ് താലൂക്ക് വികസന സമിതി യോഗം ചേർന്നത്. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ പാതയോരങ്ങളിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുവാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ആവശ്യപ്പെട്ടു. വനംവകുപ്പിന്റെ സമ്മതപത്രം ലഭിച്ചാലും നടപടികൾ നീളുന്ന സ്ഥിതിയാണ് ഉള്ളതെന്നും പ്രസിഡന്റുമാർ വ്യക്തമാക്കി. സ്വന്തം AC ഇല്ല എന്നാണ്. മുമ്പ് ചാർജ് ആയിരുന്നു, മണർക്കടലിലെ ACക്ക് ചാർജ് ആയിരുന്നു, അതുകൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് കുറെ ദിവസങ്ങളായി കരുതുകയാണ്. ഈ ഇത്തരം കാറ്റും മഴയൊക്കെ ഉണ്ടാകുമ്പോൾ കർഷകത്തിന് വല്ല അപകടം ഉണ്ടായി. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കരിങ്ങാടുകളില് ഒരു ചായക്കടയുടെ തൊട്ട് ഒരു വാഗമരം നിന്നുണ്ടായിരുന്നു. പട്ടാമ്പി ടൗണിലെ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രതയും യോഗത്തിൽ ചർച്ചയായി. നഗരസഭാ അധ്യക്ഷൻ TP ഷാജിയാണ് ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയത്. പട്ടാമ്പി നിലാശുപത്രി IPT റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ടൗണിലെ പ്രവൃത്തികൾ അശാസ്ത്രീയമായാണ് നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. നിർമ്മാണത്തിൽ ജലവിഭവ വകുപ്പും കേരള റോഡ് ഫണ്ട് ബോർഡും അധികൃതരും തമ്മിൽ യാതൊരുവിധ ഏകോപനവുമില്ല. ഉദ്യോഗസ്ഥർ മാത്രമല്ല കരാറുകാരും ഇതിന് ഉത്തരവാദികളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ഉദ്യോഗസ്ഥന്മാരെ മാത്രം കുറ്റം പറഞ്ഞാൽ എനിക്ക് അഭിപ്രായമില്ല. കാരണം ഞാൻ അടുത്ത് മനസ്സിലാക്കിയപ്പോൾ സമയത്ത് ഉദ്യോഗസ്ഥന്മാരെ വളരെ നിർത്തിയിട്ട് ഇവിടെ എത്തുന്നു. പക്ഷെ കരാറുകാരുടെ ഭാഗത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾ, കരാറുകാരന് ആരും ഒന്നും പറയില്ല. ഒരു കരാറുകാർക്ക് ഒരു പരാതി അറിയില്ല. ഈ കരാറുകാരാണ് പട്ടാമ്പി ടൗണിൽ ഇത്ര ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയതെന്ന് മാത്രമല്ല, ഇനി പട്ടാമ്പിൽ പുതിയ 3 വർക്ക് വന്നിട്ടുണ്ട്. ഒന്ന് പാലത്തിന്റെ വർക്ക് വന്നിട്ടുണ്ട്, 2 ഈ
ആശുപത്രി റോഡിന്റെ വർക്ക് വന്നിട്ടുണ്ട്, 3 ബൈപ്പാസ് റോഡിന്റെ പൂർത്തീകരണം വന്നിട്ടുണ്ട്. ഈ 3 വർക്കും ഇതേ കരാറുകാരനാണ് എടുത്തത്. ഞാൻ മനസ്സിലാക്കുന്നത് പുള്ളിക്ക് 5 കൊല്ലത്തെ പണി കൂടി ഈ കണ്ടീഷനിൽ ഇവിടെ ഉണ്ടാവും. 2-3 കൊല്ലമായിട്ട് ഈ പണി തുടങ്ങിയിട്ട് അത്ര ഗുരുതരമായ സാഹചര്യം പട്ടാമ്പി കാണുന്നത്. അപ്പൊ ഈ 2 അതേസമയം റോഡിന്റെ വിധിക്കനുസരിച്ചാണ് അഴുക്കുചാൽ നിർമ്മാണവും പൈപ്പിടലും നടക്കുന്നതെന്നും വീതി കുറഞ്ഞിടങ്ങളിൽ പൈപ്പിടണമെങ്കിൽ റോഡ് കുത്തിപ്പൊളിക്കേണ്ട സ്ഥിതിയാണെന്നും ഇരുവിഭാഗം ഉദ്യോഗസ്ഥരും സൂചിപ്പിച്ചു. ജൽജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കുടിവെള്ള പൈപ്പ് പൊട്ടൽ വലിയ തലവേദനയായി മാറുന്നതായി ജനപ്രതിനിധികൾ കുറ്റപ്പെടുത്തി. ഇതിന്റെ ഭാഗമായി പൊളിക്കുന്ന റോഡുകൾ നേരെയാക്കാൻ സമയമെടുക്കുന്നതായും ആക്ഷേപമുയർന്നു. എനിക്ക് തോന്നുന്നു 5 വർഷമായി ഇപ്പൊ ശരിയാവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ജലജീവന്റെ ആ പൈപ്പ് ഒന്ന് പൂർത്തീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എവിടെ നോക്കിയാലും പൈപ്പ് ലൈൻ പൊട്ടിപ്പോകുന്ന ഒരവസ്ഥയാണ്. മെയിൻ റോഡ് എന്ന് പറയുന്ന PWD റോഡിലെ മൂച്ചിത്തറ ഭാഗത്ത്. അതേസമയം ഇതിനായി ഗ്രാമപഞ്ചായത്തുകൾക്ക് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നാണ് ജൽജീവൻ മിഷൻ വകുപ്പ് അധികൃതർ വ്യക്തമാക്കിയത്. തെരുവുനായ ശല്യം, കരിങ്കൽ കോറികളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കൊപ്പം ടൗണിലെ ഗതാഗതക്കുരുക്ക്, അനധികൃത പാർക്കിംഗ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയായി. ട്രാഫിക് ബ്ലോക്കാണ് കൊപ്പത്തുള്ളത്. അത് വല്ലാത്തൊരു അവസ്ഥയിൽ കൂടെയാണ് പോകുന്നത്. ഇപ്പോ PWD നമ്മള് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി കൂടി. അപ്പൊ അവിടെ പറഞ്ഞ ആ സീബ്ര ലൈൻ ഒന്ന് മാറ്റി വരയ്ക്കാൻ പറഞ്ഞു. അപ്പൊ മഴയാണ് എന്നാണ് PWD പറഞ്ഞത്. മഴപ്പം തുടങ്ങിയിട്ട് അധികമൊന്നും ആയിട്ടില്ല. ഇതിന്റെ മുന്നേ ചെയ്യാമായിരുന്നു, ചെയ്തിട്ടില്ല. നമ്മളിങ്ങനെ ഓരോ കമ്മിറ്റി കൂടുമ്പോഴും കാര്യങ്ങൾ പറയുന്നു, ആ പറഞ്ഞത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തുന്നു, അത് അതിനാലെ കഴിയുന്നു. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂടുന്നതെന്ന് പലപ്പോഴും ആലോചിക്കുന്നുണ്ട്. കാരണം ജനങ്ങളോട് മെമ്പർമാരും പ്രസിഡന്റുമാണ് മറുപടി പറയുന്നത്. മറുപടി പറഞ്ഞ് അവര് അവിടെ ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് അവര് ബുദ്ധിമുട്ടുമ്പോ നമ്മളോട് പഞ്ചായത്തിലാണ് വന്ന് പരാതി പറയുന്നത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ്, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ V ജമീല, TV വത്സല, KP മണി, നീലടി സുധാകരൻ, ഡോക്ടർ നിഷ, ശശിരേഖ, ജില്ലാ പഞ്ചായത്ത് അംഗം ഇസ്മായിൽ വിളയൂർ, തഹസിൽദാർ സുജിത്, ഡെപ്യൂട്ടി തഹസിൽദാർ KC കൃഷ്ണകുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തെരുവുനായ ശല്യം എല്ലാ പഞ്ചായത്തിലും രൂക്ഷമായ വിഷയമാണ്. ഞങ്ങൾ മോണിറ്ററിംഗ് കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചു കഴിഞ്ഞു. പിന്നെ നിലവില് അത്രയും വിഷയങ്ങളുണ്ട്. അപ്പൊ ദയാവധം ചെയ്യണം എന്നുള്ളതുണ്ട്. ആര് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ സെക്രട്ടറിക്കാണ് അതിന്റെ ഉത്തരവാദിത്വം എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പൊ അതെന്തായാലും നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് അതിനുള്ളൊരു പരിഹാരം കൂടി ഉണ്ടാവണം. പട്ടിത്തറ പഞ്ചായത്ത് എന്തായാലും അതായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. നല്ല വിഷയങ്ങളുണ്ട്. നാളെ കഴിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദിത്വം പഞ്ചായത്തിനാണ്. കേരള കർഷക സംഘം ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് 10, 11 തീയതികളിൽ തൃത്താല ഏരിയയിലെ വാവന്നൂരിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളും സംഘടിപ്പിക്കും. വാവനൂർ ദാമിയോ കൺവെൻഷൻ സെന്ററിൽ സജ്ജമാക്കുന്ന KV രാമകൃഷ്ണൻ നഗറിൽ നടക്കുന്ന സമ്മേളനത്തിൽ M സ്വരാജ്, അഡ്വക്കേറ്റ് M വിജയകുമാർ, വത്സൻ പനോളി, CK രാജേന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും. ശനിയാഴ്ച സമ്മേളന പതാക ദിനമായി ആചരിച്ചു. സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക വിളയൂരിൽ സൈതാലിക്കുട്ടി രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ജാഥയായി കൊണ്ടുവരും. ജോസ് മാത്യൂസ് ക്യാപ്റ്റനായ ജാഥ കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് KD പ്രസന്നൻ ഓഗസ്റ്റ് 9 ഉദ്ഘാടനം ചെയ്യും. കൊടിമര ജാഥ ഷൊർണൂർ നെടുങ്ങോട്ടൂരിൽ MR മുരളി ഉദ്ഘാടനം ചെയ്യും. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം സുഭാഷ് ചന്ദ്രബോസാണ് ക്യാപ്റ്റൻ. 2 ജാഥകളും ഓഗസ്റ്റ് 9 6:30 വാവനൂരിൽ സമാപിക്കും. ഓഗസ്റ്റ് 2 വൈകിട്ട് 5 മണിക്ക് കൂറ്റനാട് ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന സെമിനാറിൽ അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണൻ, കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK രാജേന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗം K ജയദേവൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും. കാലാവസ്ഥ ഇങ്ങനെ പ്രതികൂലമായതുകൊണ്ട് മറ്റ് പ്രചരണ പ്രവർത്തനങ്ങൾക്കെല്ലാം ഞങ്ങൾ തന്നെ ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാലും നല്ല നിലയിലുള്ള പ്രചരണം നടന്നു വരുന്നുണ്ട്. എല്ലാ കർഷക ഭവനങ്ങളിലും എത്തി, മറ്റുള്ള വിഭാഗം ആളുകൾക്കിടയിലും എത്തി സമ്മേളനം നല്ല പങ്കാളിത്തത്തോടുകൂടി ഗംഭീരമായി നടത്താൻ ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും നടന്നു വരികയാണ്. സമ്മേളനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. അതിനിടയിൽ വിട്ടുപോയൊരു കാര്യം, കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ഈ കാളപൂട്ട്, കന്നുപൂട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇന്നിപ്പോൾ വിസ്മൃതിയിലായി പോകുന്ന കാര്യങ്ങളാണ്. സെമിനാറിനു ശേഷം കോഴിക്കോട് ചിലങ്ക ഫ്ലോട്ടിംഗ് തിയേറ്റർ അവരുടെ പുതിയ നാടകമായ മിസ അവതരിപ്പിക്കും. ഓഗസ്റ്റ് 5 പടിഞ്ഞാറങ്ങാടി സെന്ററിൽ വെച്ച് നടക്കുന്ന വർഗീയ വിരുദ്ധ സെമിനാർ പ്രൊഫസർ KT ജലീൽ ഉദ്ഘാടനം ചെയ്യും. ഓഗസ്റ്റ് 6 കപ്പൂരിൽ വെച്ച് പ്രദർശന കാളപ്പൂട്ട് നടക്കും. ഓഗസ്റ്റ് 8 രാവിലെ 10 മണിക്ക്
കറുകപുത്തൂരിൽ നടക്കുന്ന സാംസ്കാരിക സെമിനാർ സുനിൽ പി ഇളയിടം ഉദ്ഘാടനം ചെയ്യും. ഓഗസ്റ്റ് 7 മുതൽ 10 വരെയുള്ള തീയതികളിൽ കൂറ്റനാട് വെച്ച് പുഷ്പ ഫലവൃക്ഷത്തൈ പ്രദർശന വിപണനമേള നടക്കും. സമ്മേളനത്തിൽ ജില്ലയിലെ വിവിധ ഏരിയ കമ്മിറ്റികളിൽ നിന്നായി 350 പ്രതിനിധികളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി MR മുരളി, സംഘടക സമിതി ചെയർമാൻ TP മുഹമ്മദ്, ജില്ലാ നിർവാഹക സമിതി അംഗം A കൃഷ്ണകുമാർ, ഏരിയ സെക്രട്ടറി PK ബാലചന്ദ്രൻ, പ്രസിഡന്റ് KA ഷംസു എന്നിവർ പങ്കെടുത്തു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ പുതിയ ബിരുദ കോഴ്സിന് അനുമതി ലഭിച്ചതായി മുഹമ്മദ് മൂസിൻ MLA അറിയിച്ചു. പട്ടാമ്പി കോളേജിൽ പുതിയ കോഴ്സിന് നമ്മൾ നേരത്തെ പ്രൊപ്പോസൽ കൊടുത്തിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സംസ്ഥാന ഗവൺമെൻറ്റിലേക്ക് പ്രൊപ്പോസൽ പോയിരുന്നു. നിരവധിയായിട്ടുള്ള കോഴ്സുകളുടെ പ്രൊപ്പോസലാണ് പോയിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഇതിൻ്റെ പ്രോസസ്സിങ് തുടങ്ങിയിരുന്നു. അന്ന് തന്നെ പറഞ്ഞു ന്യൂജൻ കോഴ്സുകൾക്ക് മാത്രമേ അംഗീകാരം നൽകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ന്യൂജൻ കോഴ്സുകൾ നൽകണമെന്ന് പറഞ്ഞ് നമ്മളതിൻ്റെ പ്രിപ്പറേഷനെല്ലാം നടത്തി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വഴി എല്ലാ കൈകാര്യം ചെയ്തുകൊണ്ട് നമ്മൾ ന്യൂജൻ കോഴ്സിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് കൊടുത്തു. 2-ലധികം വരുന്ന കോഴ്സുകൾക്ക് ന്യൂജൻ കോഴ്സുകൾക്ക് റിക്വസ്റ്റ് കൊടുത്തിരുന്നു. അതിൽ നമുക്ക് ഇപ്പോൾ പാസ്സായിട്ട് വന്നിട്ടുള്ളത് BSc അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വിത്ത് ഡാറ്റ സയൻസ് ഓണേഴ്സാണ്. നമുക്കറിയാം ഒരു വലിയ സാധ്യതയുള്ള ഒരു കോഴ്സ് കൂടിയാണ്. 24 സീറ്റാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. നേരത്തെ കുട്ടികളുടെ കോൺവക്കേഷൻ പരിപാടിയിലും അതോടൊപ്പം തന്നെ നമ്മുടെ MLA എക്സലൻസ് അവാർഡിലൊക്കെ അവിടെ പ്രഖ്യാപിച്ചിരുന്നു ഈ കോഴ്സ് ആരംഭിക്കുമെന്ന്. എന്തായിരുന്നാലും ആ കോഴ്സ് ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ അംഗീകരിച്ച് ഭരണാനുമതിയായി വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം നേരത്തെ MSc സുവോളജി നമ്മൾ അനുവദിച്ചിരുന്നു. ആ കോഴ്സ് നന്നായിട്ട് പോകുന്നുണ്ട്. കൂടുതൽ കോഴ്സുകൾ അറബിക്ക് അടക്കമുള്ള കോഴ്സുകൾ, MA അറബിക്ക് അടക്കമുള്ള കോഴ്സുകൾ, അതുപോലെ മറ്റു വിവിധ കോഴ്സുകൾക്കുള്ള റിക്വസ്റ്റ് കൂടി ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുണ്ട്. എന്തായിരുന്നാലും ഈ കോഴ്സ് ഇപ്പോൾ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ കോഴ്സുകൾക്കുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ട്. ഈ അധ്യയന വർഷം ആരംഭിക്കണമെന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ മറ്റു സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഫസ്റ്റ് പ്രയോറിറ്റി ഈ അധ്യയന വർഷത്തിൽ ആരംഭിക്കുക എന്നുള്ളതാണ്. പക്ഷേ മറ്റു സംവിധാനങ്ങൾ കൂടി നോക്കും. കാരണം അവിടുത്തെ സൗകര്യങ്ങളും മറ്റുള്ള മിക്കവാറും സ്കൂളുകളിലൊക്കെ തന്നെ പുതിയ ബാച്ചുകൾ വന്നിട്ടുണ്ട്. പട്ടാമ്പി സ്കൂളിൽ കോമേഴ്സ് അതുപോലെ മറ്റു സ്കൂളുകളിലൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ എടപ്പലം സ്കൂളിലാണ് കൂടുതൽ വന്നിട്ടുള്ളത്. എന്നിരുന്നാലും കുട്ടികൾക്ക് അവരുടെ ചോയ്സിനനുസരിച്ച് കോഴ്സുകൾ എടുക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ കണ്ട് ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം സയൻസ് എടുക്കേണ്ടവർക്ക് ഹ്യൂമാനിറ്റീസ് കിട്ടുകയും അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും ബാച്ചുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ബാച്ചുകൾ അനുവദിച്ചിട്ടുണ്ട്. ഇനി ചുണ്ടമ്പറ്റ സ്കൂളിൽ കൂടുതൽ ബാച്ച് അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽ ഗവൺമെൻറ്റിലുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം സയൻസ് ബാച്ചാണ് നമ്മുടെ വാടനാകുറിശി അനുവദിച്ചത്. അത് ഇപ്പോൾ ഈ അലോട്ട്മെൻറ്റിൽ സീറ്റ് ഫുള്ളാവാനുണ്ട്. അതോടൊപ്പം തന്നെ കോമേഴ്സാണ് പട്ടാമ്പിയിൽ ആരംഭിച്ചത്. പുതിയ നല്ല 2 പുതിയ കോഴ്സുകളാണ് നമ്മുടെ എടപ്പലം സ്കൂളിൽ സൈക്കോളജി അടക്കമുള്ള കോഴ്സുകളാണ് ആരംഭിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ നമുക്ക് ആവശ്യമുള്ളത് കൊടുമുണ്ടയിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് കോമേഴ്സാണ്. പക്ഷേ അവർക്ക് സയൻസാണ് വേണ്ടത് എന്ന് പറയുകയും അത് മാറ്റി കൊടുക്കാനുള്ള നടപടികളുമായിട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് സമയം വൈകിയതുകൊണ്ട് കുട്ടികൾക്ക് ചോയ്സ് തിരഞ്ഞെടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. വിളയൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നാളെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. രാവിലെ 9 മുതൽ വിളയൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് ക്യാമ്പ് നടത്തുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിളയൂർ ഗ്രാമപഞ്ചായത്തിന്റെയും MS മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് നാളെ വിളയൂരിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത്. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ വിളയൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ വെച്ചാണ് ക്യാമ്പ് നടത്തുന്നതെന്ന് വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിളയൂർ ഗ്രാമപഞ്ചായത്തും പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജും ചേർന്നുകൊണ്ട് സംയുക്തമായിട്ട് ഒരു ജനറൽ മെഡിക്കൽ ക്യാമ്പ് നടത്തുകയാണ്. നാളെ ഞായറാഴ്ച രാവിലെ 9 മണിക്ക് വിളയൂർ ഹൈസ്കൂളിലാണ് പുതിയ കെട്ടിടത്തിൽ വെച്ചാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത്. മെഡിക്കൽ ക്യാമ്പിൽ ജനറൽ മെഡിസിൻ, അതുപോലെ തന്നെ ശിശുരോഗ വിഭാഗം, ENT, ഓർത്തോ, ഗൈനക്കോളജി വിഭാഗങ്ങളടക്കമുള്ള ഡെൻ്റൽ വിഭാഗം ചേർന്നുകൊണ്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. നമ്മൾ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് മേഖലയിലുള്ള ആളുകൾ, ഹരിത കർമ്മസേന, അതുപോലെ തന്നെ ആശാവർക്കർമാർ, അംഗനവാടി ജീവനക്കാർ അടക്കമുള്ള പഞ്ചായത്തിൻ്റെ അധീനതയുള്ള ആളുകളും ബന്ധപ്പെട്ട
നമ്മളെ ഓട്ടോ ഡ്രൈവേഴ്സ് അടക്കമുള്ള സമൂഹത്തിൻ്റെ വിവിധ മേഖലയിലെ തൊഴിലാളി വിഭാഗങ്ങളിലൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള നടത്തുന്ന ഒരു മെഡിക്കൽ ക്യാമ്പാണ്. അപ്പോൾ അതിൽ നമ്മൾ ഈ 6 മേഖലയിലുള്ള വിഭാഗങ്ങളിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കുന്നതോടൊപ്പം തന്നെ തുടർ ചികിത്സയ്ക്ക് MES മെഡിക്കൽ കോളേജിൽ നിന്നും അതിൻ്റെ അവരെല്ലാ വിഭാഗങ്ങളും റേഡിയോളജി അടക്കമുള്ള ചികിത്സാ രംഗങ്ങളിലൊക്കെ മേഖലകളിലൊക്കെ അവർക്ക് വേണ്ടുന്ന ഇളവുകൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ സർജറി ആവശ്യമായി വരുന്ന ആളുകൾക്കും അതൊരു നിശ്ചിത ശതമാനം ഇളവ് നൽകുന്നുണ്ട്. അവർക്ക് ക്യാമ്പിൽ വെച്ചിട്ട് രക്തപരിശോധനകൾ, പ്രമേഹം പോലെയുള്ള ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധനകൾ അവിടെ നടത്തുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ കൂടി ചേർന്നുകൊണ്ടാണ് ഈ മെഡിക്കൽ ക്യാമ്പ് വിഭാവനം ചെയ്തിട്ടുള്ളത്. രോഗികളെ ഡോക്ടർമാർ സൗജന്യമായി പരിശോധിക്കും. സൗജന്യ രക്തസമ്മർദ്ദ പരിശോധന, പ്രമേഹ പരിശോധന, ബിമി പരിശോധന ഉൾപ്പെടെയുള്ള സേവനങ്ങളും ക്യാമ്പിൽ ലഭ്യമാണ്. ജനറൽ മെഡിസിൻ വിഭാഗം, ശിശുരോഗ വിഭാഗം, ഓർത്തോപീഡിക്സ്, ENT രോഗ വിഭാഗം, സ്ത്രീരോഗ വിഭാഗം, ദന്തരോഗം എന്നിവയിൽ ഡോക്ടർമാരുടെ സേവനവും ക്യാമ്പിൽ ഉണ്ടാകുമെന്നും പ്രസിഡന്റ് സൂചിപ്പിച്ചു. ക്യാമ്പ് എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീരടി സുധാകരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. വൈസ് പ്രസിഡന്റ് മുബഷിറ സാബിർ അധ്യക്ഷത വഹിക്കും. മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പുറമെ സ്ഥിരസമിതി അധ്യക്ഷൻ MT അമീർ, ജില്ലാ പഞ്ചായത്ത് അംഗം ഇസ്മായിൽ വിളയൂർ എന്നിവരും പങ്കെടുത്തു. ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.